ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്ന പാഠഭാഗം വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? പക്ഷിശാസ്ത്രകാരൻ്റെ നിർദ്ദേശപ്രകാരം വാരിക്കൂട്ടാനും വിതയ്ക്കാനും മറന്നവരായ സ്വന്തമായി മണ്ണില്ലാത്തവരായിട്ടുള്ള കിളികൾ എന്ത് ചെയ്യുകയാണ്? കുന്നിൻ പുറത്ത് വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ തേടി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലേ? അവർ തിരിച്ചു വരുന്നതുവരെ ധ്യാനത്തിലിരിക്കാൻ പോയ പക്ഷിശാസ്ത്രകാരനെ നമ്മൾ കണ്ടു. അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രകാരൻ്റെ അടുക്കലേക്ക് പാടത്തിൻ്റെ ഉടമ വരുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന രംഗം. ആ പാടത്തിൻ്റെ ഉടമ എങ്ങനെയാണ് വരുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ അമ്പും വില്ലും ഉണ്ട്. അയാൾ വന്നത് എന്തിനാണ്? കതിര് കൊത്താൻ കിളികളെ പറത്തിവിട്ട പക്ഷിശാസ്ത്രകാരനെ തിരഞ്ഞാണ് വന്നത്. ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണ് വരുന്നത്. ഒരു നിമിഷം തൻ്റെ കണ്ണ് തെറ്റിയപ്പോഴേക്കും കിളികൾ വന്ന് എന്ത് ചെയ്യുകയാണ്? തൻ്റെ വിളവെല്ലാം കൊത്തിയെടുത്ത് തിന്നുകയാണ്. അതിന് പ്രേരിപ്പിച്ചതാരാണ്? ഈ പക്ഷിശാസ്ത്രകാരനാണ് അല്ലേ? അങ്ങനെ പക്ഷിശാസ്ത്രകാരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹത്തെ ബലമായിട്ട് പിടിച്ചിട്ട് സ്റ്റേജിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു നിമിഷം പക്ഷിശാസ്ത്രകാരൻ എന്ത് ചെയ്യുകയാണ്? പാടത്തിനുടമയുടെ കയ്യിലെ കൂരമ്പ് കണ്ട് ഞെട്ടുകയാണ്. പാടത്തിനുടമ പറയുന്നുണ്ട്, എൻ്റെ പാടങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് പറന്നുപോയിട്ടുള്ള ആ കിളികൾ നിന്റെ ഈണവും നാദവും ഊർജവുമാണ്. പക്ഷെ എനിക്ക് അവരെ പിടിക്കാൻ പറ്റിയില്ല. എൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ ആരാണ് നിൽക്കുന്നത്? പക്ഷിശാസ്ത്രകാരനാണല്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ കൊല്ലാനായിട്ടാണ് ആര് വന്നിരിക്കുന്നത്? ഈ പാടത്തിൻ്റെ ഉടമ വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ സംഘർഷത്തിൻ്റെ പുതിയൊരു തുടക്കം അല്ലെങ്കിൽ പുതിയൊരു രംഗം ആരംഭിക്കുകയാണ്. ഉടമ പറയുന്നുണ്ട് ഇവയെല്ലാം തൻ്റെ പാടങ്ങളാണ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പക്ഷിശാസ്ത്രകാരനെ കൊല്ലാനൊരുങ്ങുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്: എനിക്ക് ശേഷവും ഞാൻ മരിച്ചാലും അധ്വാനിക്കുന്നവൻ്റെ സ്വപ്നവും പ്രതീക്ഷയും തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും ധ്രുവനക്ഷത്രങ്ങളിലും തെളിഞ്ഞു നിൽക്കും. ഇത് അദ്ദേഹം മനസ്സിൽ വയ്ക്കുന്ന ഒരു പ്രത്യാശയാണ്. തനിക്ക് ചുറ്റുമുള്ള ഈ വെളുത്ത പൂക്കൾ മൊട്ടായിരിക്കുമ്പോഴേ എൻ്റെ മനോരാജ്യം അറിഞ്ഞു. ഈ വാക്കിലൂടെ ഈ മണ്ണിൽ ഇനി വിടരാൻ പോകുന്നത് നന്മയുടെയും ഐക്യത്തിൻ്റെയും ഒരു ലോകമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ പ്രകൃതിയെയും മനുഷ്യരെയും നാം ചേർത്ത് നിർത്തണം. അവരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ധ്യാനിക്കേണ്ടത് എന്നൊരു സത്യം അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് ധ്യാനത്തിനായിട്ട് പാടത്തിനുടമയെയും ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ മനസ്സ് നിറയെ ക്രൂരത അല്ലെങ്കിൽ ഹിംസ നിറഞ്ഞ മനസ്സുമായി നിൽക്കുന്ന പാടത്തിനുടമ എന്തു ചെയ്യുകയാണ്? പെട്ടെന്ന് തന്നെ അമ്പു തൊടുത്ത് പക്ഷിശാസ്ത്രകാരനെ എയ്തു വീഴ്ത്തുന്നു. അദ്ദേഹം പിടഞ്ഞു വീണു. അദ്ദേഹത്തിൻ്റെ ദയനീയമായ വിലാപമുയർന്നു. പാടത്തിനുടമയുടെ തോട്ടത്തിലെ വെളുത്ത പൂക്കൾ പെട്ടെന്ന് തന്നെ ചുവക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഉടമ ആകെ അമ്പരന്ന് പരിഭ്രാന്തനായി രക്ഷപ്പെടാനെന്ന വണ്ണം ഓടിമറയുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞതും നെൽക്കതിരുമായിട്ട് പക്ഷികളൊക്കെ തിരികെ വന്നു. പക്ഷേ പക്ഷിശാസ്ത്രകാരനെ കാണാതായപ്പോൾ അവരുടെ മനസ്സ് വിലപിക്കുന്നുണ്ട്. അവർ അദ്ദേഹത്തെ തേടുകയാണ്. എന്നിട്ട് പറയാണ്, ഫലം പറയും ശാസ്ത്രകാര, പക്ഷിശാസ്ത്രകാര, മലയോര തന്തിയുറങ്ങും മലദേവ വാ വാ നീ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവർ നാലുപാടും അദ്ദേഹത്തെ തേടുന്നുണ്ട്. ഒരുപക്ഷെ ഗുരു ഇനി നമ്മെ തിരഞ്ഞിറങ്ങിയതായിരിക്കുമോ എന്നും അവർ ശങ്കിക്കുന്നുണ്ട്. എവിടെ തിരയും താത ജീവജലത്തിനുറവേ, തണലും ചൂടും തന്നവനെ, തളിരാൽ കൂടുമണഞ്ഞവനെ. ഇപ്പോൾ താത അല്ലെങ്കിൽ പിതാവായിട്ടുള്ള അങ്ങയെ ഞങ്ങൾ ഇനി എവിടെയാണ് തിരയുന്നത്? ജീവജലത്തിന് ഉറവയായവനെ, ഞങ്ങൾക്ക് തണലും ചൂടും തന്നവനെ എന്നൊക്കെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് തിരക്കുകയാണ്. പെട്ടെന്ന് തങ്ങൾക്ക് ചുറ്റും പൂർണ്ണമായും ചുവന്നു കഴിഞ്ഞിട്ടുള്ള വെളുത്ത പൂക്കളെ കണ്ട് ആ കിളികളാകെ അമ്പരക്കുകയാണ്. ഈ പൂക്കൾ എങ്ങനെയാണ് ചുവന്നത്? പാടത്തിനുടമയുടെ കൂരമ്പേറ്റിട്ട് അല്ലേ? ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആരാണ് ഈ പാടത്തിനുടമ? അതെ, ആ കൂട്ടം തെറ്റിപ്പോയിട്ടുള്ള പക്ഷിയാണ് ഇവിടുത്തെ ഉടമയായിട്ട് വരുന്നത്. അതായത് അധികാരത്തിന് വേണ്ടിയിട്ടും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടും സ്വന്തം വർഗത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തൻ്റെ ചിറക് മുറിച്ച് കൂട്ടത്തിന് വെളിയിൽ പോയിട്ടുള്ള ആളുടെ പ്രതീകമാണ് ആര്? ഇവിടുത്തെ ഉടമയായിട്ട് നിലനിൽക്കുന്നത്. നന്മയുടെ ചിറക് സ്വയം മറുത്തെറിഞ്ഞ് സമ്പത്തിൻ്റെ തിളക്കം കണ്ട് അത്യാഗ്രഹിയായി കൂട്ടം വിട്ടുപോയി പാടത്തിനുടമയായി വന്നവനാണ് ആര്? നമ്മളിപ്പോൾ കണ്ട കഥാപാത്രം. അവൻ ആരാണ്? വർഗവഞ്ചകനാണല്ലേ. സ്വന്തം ഗുരുവിനെ പോലും തള്ളിപ്പറഞ്ഞവനാണ്. അപ്പോൾ അവനെങ്ങാനും ഈ വഴി വന്ന് ഗുരുവിനെ വല്ലതും ചെയ്തിട്ടുണ്ടാകുമോ എന്ന് പക്ഷികൾ ശങ്കിക്കുന്നുണ്ട്. അപ്പോഴാണ് പിറകിൽ ഒരു ഉയർന്ന തലത്തിൽ ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രകാരനെ ആര് കാണുന്നത്? കിളികൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കൂരമ്പ് തറച്ചിരിക്കുന്നു. ശരീരം മൊത്തം എന്താണ്? കൂരമ്പാണ്. മാറിൽ തറച്ച കൂരമ്പുമായി ശരശയ്യയിൽ കിടക്കുന്ന പക്ഷിശാസ്ത്രകാരൻ്റെ ആ ധ്യാനത്തെ തിരിച്ചറിയാനാവാതെ പക്ഷികൾ കരഞ്ഞുകൊണ്ടിരുന്നു. ഏതു ഭാരതയുദ്ധം തീർന്നു കാണാനാണ് അങ്ങയുടെ ധ്യാനം എന്ന കിളികളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ മഹാഭാരത കഥ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തിന്മയുടെ പക്ഷക്കാരായ കൗരവരാണ് ശക്തി പ്രാപിച്ചതെന്നും അല്ലാത്തവർ വനവാസത്തിലാണെന്നും കിളികൾ പറയുന്നതിലൂടെ സത്യത്തെയും നന്മയെയും വനവാസത്തിനയക്കുന്ന സാമൂഹിക ജീർണത ഇവിടെ ഓർമ്മിപ്പിക്കുന്നു.
അങ്ങനെ കിളികളെല്ലാവരും ചേർന്ന് ധ്യാനത്തിൽ വിലപിക്കുന്ന ഗുരുവിൻ്റെ സമീപത്തേക്ക് കൂരമ്പുകൾ വലിച്ചൂരാനായിട്ട് ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് താങ്ങിക്കൊണ്ടുവരുന്നു. അപ്പോഴും അദ്ദേഹം വിലപിക്കുന്നുണ്ട്. ആ വിലാപം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? അമ്പേറ്റുകൊണ്ടുള്ള വിലാപമായിരുന്നില്ല, മറിച്ച് കൂട്ടം തെറ്റിയവനെ കാണാത്ത ദുഃഖമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷികളും ആ സമയത്ത് ദുഃഖത്തിൽ പങ്കാളികളാകുന്നുണ്ട്. കിളികൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതികാരത്തിനായിട്ട് പാടത്തിനുടമയെ കൊത്തി തിന്നാനായുന്ന സമയത്ത് പക്ഷിശാസ്ത്രകാരൻ പറയുന്ന ഒരു വാക്കുണ്ട്, അത് വേണ്ട, അവൻ നിങ്ങളിലൊരുവനാണ്, സ്വയം ചിറകറുത്തെറിഞ്ഞ് പാടത്തിനുടമയായവനാണ്. ഈ വാക്കുകളിലൂടെ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷിശാസ്ത്രകാരന് അവിടെ വെച്ചൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കൂട്ടം തെറ്റിപ്പോയിട്ടുള്ള കിളി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, തനിക്കിനി ഈ ലോകത്ത് ആർക്കും പുതിയ ചിറകുകൾ നൽകാനും ആവില്ല എന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടാവുന്നു. അങ്ങനെ കിളികളെല്ലാവരും ചേർന്നിട്ട് പക്ഷിശാസ്ത്രകാരനെ ചുറ്റും നിന്ന് കൂരമ്പുകൾ ഊരിയെടുക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആ ശരങ്ങൾ കൊണ്ട് തന്നെ അവർ ഒരു ശയ്യ ഒരുക്കുന്നു. എന്നിട്ട് അദ്ദേഹം അതിൽ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചുറ്റുമുള്ള വെള്ളപ്പൂക്കളും പക്ഷികളുടെ വെള്ളത്തൂവലുകളും ഒക്കെ ചുവന്നു തുടിച്ചു. എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തന്നെ തുറിച്ചു നോക്കുന്നത് കണ്ട് പാടത്തിനുടമ ഭയപ്പെട്ട് പക്ഷികളുടെ ചിറകിനടിയിൽ അഭയം തേടിയെത്തുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ പാടത്തിനുടമയ്ക്ക് ഒരു മനസ്താപം വരികയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭയപ്പാട് വരികയാണ്. ഉടമയാകാനും കൂരം വേന്താനും വേണ്ടി ചിറകുകൾ അരിഞ്ഞു കളഞ്ഞ തൻ്റെ ക്രൂരതയോർത്ത് അയാൾ ഉറക്കെ കരയുന്നു. പക്ഷേ തങ്ങളോട് ഇത്രയും ക്രൂരത ചെയ്തിട്ട് പോലും കിളികൾ എന്താണ് ചെയ്യുന്നത്? സ്നേഹത്തോടെ അയാളെ അടുത്തേക്ക് വിളിച്ചു. അത്തരത്തിൽ കൂട്ടുകാരുടെ സ്വർണ്ണച്ചിറകുകളും സ്വപ്നങ്ങളും ഈ പാടത്തിനുടമയ്ക്ക് വീണ്ടും സന്തോഷം വാഗ്ദാനം ചെയ്തു. പെട്ടെന്ന് തന്നെ ചുറ്റുമുള്ള ചുവന്ന പൂക്കളൊക്കെ വീണ്ടും വെളുക്കാൻ തുടങ്ങി. തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന തൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ കിളികളിൽ നിന്ന് സ്വർണ്ണച്ചിറകുകൾ ദാനമായി സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ച് പറക്കാൻ പാടത്തിനുടമയും തയ്യാറാകുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ പാഠഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നാണെന്ന ബോധ്യത്തോടു കൂടി ഈ ലോകത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹിക്കുകയും അർഹതപ്പെട്ടതെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്താലേ സമത്വസുന്ദരമായിട്ടുള്ള ഒരു ലോകം പണിയാനാവൂ എന്നൊരു സന്ദേശമാണ് ഈ പാഠഭാഗം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗം ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം പ്രധാന കഥാപാത്രങ്ങൾ പക്ഷിശാസ്ത്രകാരനാണ്, കുറച്ച് കിളികളുണ്ട്, അതുപോലെ തന്നെ പാടത്തിന് ഉടമയുണ്ട്. ഇവരെല്ലാം ഓരോ പ്രതീകങ്ങളാണ്. എന്തിൻ്റെ പ്രതീകമായിരിക്കും? അതെ, ഈ പക്ഷിശാസ്ത്രകാരൻ എന്ന് പറയുന്നത് സാമൂഹിക മാറ്റത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഈ ഉടമ ആരായിരിക്കും? പാടത്തിന് ഉടമ എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ അധികാരവർഗത്തിൻ്റെ പ്രതീകമാണ്. പക്ഷികൾ എന്ന് പറയുന്നത് മാറ്റത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതീകമാണ്. സാധാരണക്കാരോടൊപ്പം കഴിഞ്ഞ് അവരുടെ അന്നം പങ്കിട്ട് കഴിക്കുന്ന സമഭാവനയും സാഹോദര്യവും വെളിപ്പെടുത്തുന്ന ഒരു പാഠഭാഗമാണ് ഇത്. ഉപദ്രവിക്കുന്നവരെ പോലും സ്നേഹവും കരുതലും കൊണ്ട് നേരിടണം എന്നൊരു ചിന്തയും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു മനോഭാവത്തെ എതിർക്കുന്നുണ്ട്. മണ്ണിൻ്റെ ഉടമകളായിട്ടും വിതയ്ക്കാനും കൊയ്യാനും കഴിയാത്ത സാധാരണക്കാരായിട്ടുള്ള ജനജീവിതവും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. സത്യവും ധർമ്മവും എപ്പോഴും ഹിംസിക്കപ്പെടും എന്നുള്ളൊരു സത്യവും ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. നന്മയ്ക്ക് വേണ്ടി പോരാടുന്നവർക്ക് എപ്പോഴും എന്തു തന്നെയായിരിക്കും? പീഡനം തന്നെയായിരിക്കും എന്ന സത്യം ഇവിടെ വെളിപ്പെടുത്തുന്നു. അധികാരത്തിനും സമ്പത്തിനും വേണ്ടി സ്വന്തം വർഗത്തെ ഉപേക്ഷിക്കുന്ന മനുഷ്യരെ ഇവിടെ ചിത്രീകരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള വളരെ വലിയൊരു ആശയമാണ് ഈ പാഠഭാഗം നമുക്ക് തരുന്നത്.